നമസ്കാരം. UAE പൊതിഞ്ഞ് വീശിയടിക്കുന്ന അതിശക്തമായ പൊടിക്കാറ്റ് പ്രവാസികൾ അടക്കമുള്ള ജനജീവിതത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ആകാശമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതി പ്രതിഭാസം വെറുമൊരു കാറ്റല്ല, മറിച്ച് ആരോഗ്യത്തെയും സുരക്ഷയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഇത് ദൂരക്കാഴ്ച തീർത്തും അസാധ്യമാക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ UAE ഭരണകൂടം കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും വാഹനങ്ങൾ നിരത്തിലിറക്കുന്നവർക്കും ഇത് വലിയ പരീക്ഷണമാണ് നൽകുന്നത്. ജനാലകളും വാതിലുകളും വരെ അടച്ചിടണമെന്ന നിർദ്ദേശം വരെ ഗൗരവകരമായ സാഹചര്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പൊടിക്കാറ്റ് എത്രത്തോളം തീവ്രമായിരിക്കും? വരും മണിക്കൂറുകളിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം UAEയുടെ ദിനചര്യകളെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രവാസികൾ അടക്കമുള്ള UAE നിവാസികൾക്കായി പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. പൊടിപടലം നിറഞ്ഞ കാലാവസ്ഥ കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പൊടി നിറഞ്ഞ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷ നേടുന്നതിനായി UAE നിവാസികൾ സ്വയം സംരക്ഷണം ഒരുക്കണമെന്നും വസ്തുവകകൾ സംരക്ഷിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. പൊടിയുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം. ആസ്മ, മറ്റ് ശ്വാസകോശ അസുഖങ്ങൾ ഉള്ളവർ വീടിനുള്ളിൽ തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തിറങ്ങേണ്ടി വരുന്നവർ ഉയർന്ന നിലവാരമുള്ള മാസ്കുകൾ ധരിക്കുന്നത് പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ സഹായിക്കും. വാഹനം ഓടിക്കുന്ന സമയത്ത് പൊടിയെ നേരിടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. പൊടിക്കാറ്റ് മൂലം ദൂരക്കാഴ്ച വരെ കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കണമെന്നും മുൻപിലുള്ള വാഹനങ്ങളുമായി നിശ്ചിത അകലം പാലിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഗതാഗത നിയമങ്ങൾ കർശനമായി തന്നെ പാലിക്കണം. പൊടി വീടിനുള്ളിലും കെട്ടിടങ്ങളിലും കടക്കാതിരിക്കാൻ കതകുകളും ജനാലകളും ഉറപ്പായും അടച്ചിടണം. വീടിനുള്ളിൽ പൊടി നിറഞ്ഞാൽ അത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അലർജി, കണ്ണുചൊറിച്ചിൽ എന്നിവയ്ക്കൊക്കെ കാരണമാകും. പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പൊടിക്കാറ്റ് പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കും. UAEയിലെ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം. ഇവ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൽകുന്നത്. അതിനാൽ എപ്പോൾ പുറത്തിറങ്ങണം, എപ്പോൾ ജാഗ്രത പാലിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കാൻ ഈ അറിയിപ്പുകൾ തന്നെ പിന്തുടരണം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് തെറ്റായ വാർത്തകൾ അതിവേഗം പ്രചരിക്കാറുണ്ട്. തെറ്റായ പ്രചാരണങ്ങൾ ജനങ്ങളിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രം വിശ്വസിക്കുന്നതിലൂടെ ഇത്തരം കെണികളിൽ വീഴാതിരിക്കാം. UAE പോലുള്ള രാജ്യങ്ങളിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഗൗരവകരമായ നിയമലംഘനമാണ്. ദുരന്ത സമയത്തോ കാലാവസ്ഥ വ്യതിയാന സമയത്തോ കിംവദന്തികൾ പടച്ചുവിടുന്നത് ശിക്ഷാർഹമാണ്. അതിനാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ യാത്രകൾ പ്ലാൻ ചെയ്യാനും ജോലിസ്ഥലത്തെ ക്രമീകരണങ്ങൾ വരുത്താനും സാധിക്കും. ഉദാഹരണത്തിന്, വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതോ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോം നൽകുന്നതോ ആയ അറിയിപ്പുകൾ ഔദ്യോഗിക ചാനലിലൂടെയാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഇത് ശ്രദ്ധിക്കുന്നത് വഴി ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാം. ഔദ്യോഗിക അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നിരന്തരം ശ്രദ്ധിക്കുക. ഔദ്യോഗിക റിപ്പോർട്ടുകൾ മാത്രം കണക്കിലെടുക്കുകയും തെറ്റായ പ്രചാരണങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുക. പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷം കനക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ UAEയിൽ വിവിധയിടങ്ങളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. UAEയിൽ ഇന്ന് കാലാവസ്ഥ മേഘാവൃതമായിരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചില തീരദേശ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട മേഘങ്ങൾ രൂപം കൊള്ളാൻ സാധ്യതയുള്ളതായും അറിയിപ്പിലുണ്ട്. UAEയിലെ നിലവിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഗൗരവകരമായ ഓർമ്മപ്പെടുത്തലാണ്. പൊടിക്കാറ്റ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുക എന്നതാണ് ഇപ്പോൾ ഓരോ പൗരന്റെയും പ്രവാസിയുടെയും കടമ. പുറത്തിറങ്ങുമ്പോൾ മാസ്കുകൾ ധരിക്കാനും അത്യാവശ്യമില്ലെങ്കിൽ യാത്രകൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസ്ഥ സാധാരണ നിലയിലാകുന്നതുവരെ അതീവ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഔദ്യോഗിക വാർത്താ ഏജൻസികളിൽ നിന്നുള്ള അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയും കിംവദന്തികൾ തള്ളിക്കളയുകയും ചെയ്യുക. സുരക്ഷിതമായ ഒരു നാളെയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകരുതലുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് പരിക്കുകളില്ലാതെ അതിജീവിക്കാനാകും. സുരക്ഷിതരായിരിക്കുക, ജാഗ്രത പാലിക്കുക, അധികൃതർ നൽകുന്ന വിവരങ്ങൾ മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോവുക, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, ഈനാട് ഗ്ലോബൽ.